നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. സമീപകാല സ്പീക്കർ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. നാളെ രാവിലെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുണ്ട്. UDF-ൽ നിന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. 102 പേരുടെ പിന്തുണയാണ് UDF-നുള്ളത്. ഇടതു മുന്നണിയിൽ നിന്നും LDF-ൽ നിന്നും മത്സരിക്കുന്നത് AC മൊയ്തീൻ, മുൻ മന്ത്രിയായ AC മൊയ്തീനാണ്. BJP-ക്ക് 3 അംഗങ്ങളുള്ളതുകൊണ്ട് BJP-ക്ക് ഔദ്യോഗികമായി തന്നെ ഒരാളെ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാം. ആ അവസരം BJP കൃത്യമായി തന്നെ ഉപയോഗിക്കുന്നു. B. ഗോപകുമാറാണ് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അപ്പോൾ രാവിലെ നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ബാലറ്റിലാണ് 3 പേരുടെ പേരെഴുതിയ ബാലറ്റ് പേപ്പറാണ് ഉള്ളത്. അവിടെയാണ് വോട്ട് ചെയ്തേണ്ടത്. പിന്നീട് വോട്ട് എണ്ണിയാണ് സ്പീക്കറെ പ്രഖ്യാപിക്കുന്നത്. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അത്ഭുതമോ കൗതുകമോ ഒന്നും കാണേണ്ടതില്ല. ഇനി ഭരണനിരയിൽ നിന്ന് കുറേയേറെ പേർ വന്നില്ലെങ്കിൽ പോലും അനായാസം ജയിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഒരു പ്രതീകാത്മകമായ മത്സരത്തിലേക്ക് തന്നെയാണ് പ്രതിപക്ഷം നീങ്ങുന്നത്. പ്രധാനപ്പെട്ട കാര്യം, BJP ഇങ്ങനെ ഒരു മത്സരത്തിൽ നിൽക്കുമ്പോൾ ഇടതുമുന്നണിക്ക് മത്സരം മാറി നിൽക്കാൻ കഴിയില്ല. കാരണം ഭരണകക്ഷിയും UDF-ഉം BJP-യും തമ്മിലുള്ള ഒരു മത്സരമായി അത് ചിത്രീകരിക്കപ്പെടും. അതുകൊണ്ട് തന്നെ LDF-ഉം സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. ഈ 3 സ്ഥാനാർത്ഥികൾ തമ്മിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കർ കസേരയിലേക്ക് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്നാണ് ആനയിക്കുന്നത്. അതിനുശേഷം കക്ഷി നേതാക്കളെല്ലാവരും, ആദ്യം മുഖ്യമന്ത്രി, പിന്നീട് കക്ഷി നേതാക്കൾ, ഇവരെല്ലാവരും സംസാരിക്കും. അതിനുശേഷം സ്പീക്കറുടെ മറുപടി, അതിനുശേഷമാണ് ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിക്കുന്നത്. ഈ നടപടികളാണ് നാളത്തെ ദിവസം കൊണ്ട് പൂർത്തീകരിക്കുന്നത്. ചെറിയാൻ ഫിലിപ്പിന് തെറ്റായ ഉദ്ദേശം ഉണ്ടായിരുന്നുവെന്ന് കരുതുന്നില്ലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. തനിക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. ക്യാമറയ്ക്ക് മുന്നിലാണെങ്കിലും അല്ലെങ്കിലും ആ ലിമിറ്റിൽ നിന്നുള്ള ഇടപെടലേ ഉണ്ടാകൂ. മന്ത്രിയായപ്പോൾ ചെറിയാൻ ഫിലിപ്പ് വിളിച്ചുവെന്നും ആശംസകൾ അറിയിച്ചുവെന്നും ബിന്ദു കൃഷ്ണ ന്യൂസ് 18 പറഞ്ഞു. അതാണ്, അദ്ദേഹത്തിന് അങ്ങനെ ഉദ്ദേശമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഉദ്ദേശമുള്ള ഒരാൾ വന്നാൽ ഇതല്ല എൻ്റെ പ്രതികരണം. നമ്മളപ്പോൾ എന്താ പറയുക, അതങ്ങനെയല്ല. ഇത് സ്നേഹത്തിൽ ഉള്ള പ്രതികരണം. എനിക്ക് ഉചിതമെന്ന് തോന്നിയാൽ ഓക്കെ, പ്രൊസീഡ് ചെയ്യാൻ. എനിക്ക് ഉചിതമല്ല. ഇത്തരം ആർക്ക് വേണമെങ്കിലും ഇത്തരം കാര്യം, ഇതൊന്നും ഓരോരുത്തരുടെ ജീവിതശൈലിയാണ്. എനിക്ക് എൻ്റേതായൊരു ജീവിതശൈലിയുണ്ട്. അത് അന്നും ഇന്നും എന്നും എൻ്റെ ഒരു ശൈലിയുണ്ട്. ആ ശൈലിയിലൂടെ ഞാൻ ജീവിക്കത്തുള്ളൂ. പക്ഷേ അത് സമൂഹത്തിന് ദോഷമല്ലാത്ത ശൈലി ആണ് ഫോളോ ചെയ്യുന്നതല്ലേ. സമൂഹത്തിന് ദോഷമുള്ളൊന്നും ഒരു ശൈലിയും ഒരു ഇഷ്ടവും എനിക്കില്ല. അപ്പോൾ അത്തരം ഒരു സാഹചര്യം തീർച്ചയായും ശരിയാണ്. ഞങ്ങളൊക്കെ ചെറുപ്പം തൊട്ട് KSU കാലം തൊട്ട്, ഞാൻ KSU യൂണിറ്റ് ഭാരമായിരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണുന്ന, അന്ന് അദ്ദേഹം നേതാവാണ്. അവരോടും ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു എനിക്കൊരു ലിമിറ്റുണ്ട്. അതാണ്, വേറെ ഒന്നുമല്ല. ലിമിറ്റ് ഇല്ലാതെ ഒരാൾക്കാകാം, അത് അവർക്കാവും. പക്ഷെ എനിക്ക് ഇതാണ് താല്പര്യം. എനിക്കിഷ്ടമായത്, അത് ക്യാമറ ഉണ്ടായാലും ക്യാമറ ഇല്ലെങ്കിലും എൻ്റെ നിലപാടിതാണ്. ആലിംഗന വിവാദത്തിൽ ക്ഷമാപണവുമായി ചെറിയാൻ ഫിലിപ്പ്. വിജയലഹരിയിൽ പരിസരബോധം മറന്നാണ് കോൺഗ്രസ് MLA-മാരെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്തത്. ഇതിൽ തന്റെ ഭാഗത്ത് എന്തെങ്കിലും അനൗചിത്യം ഉണ്ടായെങ്കിൽ പൊതുസമൂഹം സദയം പൊറുക്കണമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. തന്റെ പെരുമാറ്റത്തിൽ ഒരു ദുരുദ്ദേശവും ഉണ്ടായിരുന്നില്ലെന്ന് ബിന്ദു കൃഷ്ണ പറഞ്ഞിട്ടുണ്ട്. ഒറ്റയാനായി സന്യാസ സദൃശ്യമായ ജീവിതം നയിക്കുന്ന തന്നെ ഒരു സ്ത്രീലംബടനായി ചില സാമൂഹ്യ മാധ്യമങ്ങൾ ചിത്രീകരിച്ചു. ഇത് മാനസികമായി തളർത്തിയെന്നും ചെറിയാൻ ഫിലിപ്പ് ചൂണ്ടിക്കാട്ടി. ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിൽ നിന്ന് നിയമസഭയിലേക്ക് സൈക്കിൾ ചവിട്ടിയെത്തി ചാണ്ടി ഉമ്മൻ. പാന്റും ഷർട്ടും ധരിച്ചാണ് ചാണ്ടി ഉമ്മൻ നിയമസഭയിലേക്ക് എത്തിയത്. ഷർട്ടിൽ പിതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടിയുടെ ചിത്രവും ആലേഖനം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.